എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ചുറ്റും ഒട്ടേറെ ആളുകൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും ആശങ്കകളും മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്നൊരു ഭാരം നമ്മെ വേട്ടയാടാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ നിമിഷം നിങ്ങൾ അനുഭവിക്കുന്ന ആ വേട്ടയും നിരാശയും വെറുതെയല്ല. അത് നിങ്ങളെ തകർക്കാനല്ല വന്നിരിക്കുന്നത്, മറിച്ച് നിങ്ങളെ കൂടുതൽ ശക്തനായ ഒരു വ്യക്തിയാക്കി മാറ്റാനാണ്. നമ്മുടെ കരിയറിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എപ്പോഴും വിജയങ്ങളെ മാത്രമേ ആഘോഷിക്കാറുള്ളൂ. എന്നാൽ ആ വിജയത്തിന് പിന്നിലെ ഉറക്കമില്ലാത്ത രാത്രികളും തള്ളിക്കളയപ്പെട്ട നിമിഷങ്ങളും അപമാനങ്ങളും ആരും കാണാറില്ല. ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിയില്ല എന്ന് കരുതി, അല്ലെങ്കിൽ കൂട്ടുകാർ നിങ്ങളെക്കാൾ മുന്നേറി എന്ന് കരുതി സ്വയം നിസ്സാരനായി കാണരുത്. ഓരോരുത്തർക്കും വളരാനും തിളങ്ങാനും ഒരു സമയമുണ്ട്. സൂര്യൻ തിളങ്ങുന്ന സമയത്ത് ചന്ദ്രന് പ്രകാശിക്കാൻ കഴിയില്ല. എന്നാൽ രാത്രിയാകുമ്പോൾ ചന്ദ്രൻ്റെ ഭംഗി മറ്റൊന്നിനും ഉണ്ടാകില്ല. നിങ്ങളുടെ സമയം വരാനിരിക്കുന്നതേയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന തടസ്സങ്ങൾ നിങ്ങളുടെ വഴി അടയ്ക്കുകയല്ല, മറിച്ച് നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കുകയാണ്. കഠിനാധ്വാനം ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വയം വിശ്വസിക്കാനും ശീലിക്കുക. ലോകം മുഴുവൻ നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും എനിക്ക് സാധിക്കും എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദമുണ്ടാകണം. ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. ഇനി സ്നേഹത്തെയും ബന്ധങ്ങളെയും കുറിച്ച് ചിന്തിച്ചാൽ, നമ്മളിൽ പലരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് മറ്റുള്ളവരിൽ നിന്ന് അമിതമായി പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ നൽകുന്ന അത്രയും സ്നേഹം ആത്മാർത്ഥതയും തിരികെ കിട്ടാതെ വരുമ്പോൾ ഹൃദയം തകരുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം. പക്ഷെ കേട്ടോളൂ, നിങ്ങളെ മാനിക്കാത്ത, നിങ്ങളുടെ വില മനസ്സിലാക്കാത്ത ഇടങ്ങളിൽ പോയി നിൽക്കുന്നത് നിങ്ങളുടെ സ്വന്തം ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. സ്നേഹം എന്നത് ഒരിക്കലും യാചിച്ച് വാങ്ങേണ്ട ഒന്നല്ല. നിങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒരേപോലെ കൂടെ നിൽക്കുന്ന, നിങ്ങളെ നിങ്ങളായി ഉൾക്കൊള്ളുന്ന മനുഷ്യർ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അതുവരെ നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായി നിങ്ങൾ തന്നെ മാറുക. കഴിഞ്ഞുപോയ വഞ്ചനകളെയും മുറിവുകളെയും ഓർത്ത് വർത്തമാനകാലത്തെ നശിപ്പിക്കരുത്. ഹൃദയം വൃത്തിയായി സൂക്ഷിക്കുക. നിങ്ങൾക്ക് അർഹമായ യഥാർത്ഥ സ്നേഹം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശില്പി നിങ്ങൾ മാത്രമാണ്. വിധി എന്നതിനെ നിഷ്ക്രിയമായി സ്വീകരിക്കേണ്ടതില്ല, മറിച്ച് ഇന്ന് നിങ്ങൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളിലൂടെ, പ്രവൃത്തികളിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റിയെഴുതാൻ സാധിക്കും. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള നിങ്ങളുടെ ശീലങ്ങൾ, നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നിങ്ങൾ സംസാരിക്കുന്ന ആളുകൾ, ഇതെല്ലാം നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നുണ്ട്. നെഗറ്റീവ് ചിന്തകൾ പ്രചരിപ്പിക്കുന്നവരിൽ നിന്നും, നിങ്ങളെ കൊണ്ട് കഴിയില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നവരിൽ നിന്നും അല്പം അകലം പാലിക്കുക. നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു കഴിവുണ്ട്, പക്ഷെ അത് പുറത്തെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം വേണം. പേടിയെ മറികടന്ന് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കൂ. ആദ്യത്തെ ചുവട് എപ്പോഴും പ്രയാസമേറിയതായിരിക്കും, എന്നാൽ മുന്നോട്ട് പോകുന്തോറും വഴി തെളിഞ്ഞു വരും. വീണു പോകുന്നത് അപമാനമല്ല, എന്നാൽ വീണെടുത്ത് തന്നെ കിടക്കുന്നത് യഥാർത്ഥ പരാജയം തന്നെയാണ്. എത്ര തവണ വീണാലും പൊടി തട്ടി എഴുന്നേറ്റ് നിൽക്കുക. കണ്ണീര് തുടച്ച് പുഞ്ചിരിയോടെ മുന്നോട്ട് നടക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളും വിജയങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരു കയത്തിൽ പെട്ടുപോയ പോലെ തോന്നാറുണ്ട്. എത്ര തുഴഞ്ഞാലും കര കാണുന്നത് പോലെ, എത്ര അധ്വാനിച്ചാലും മാറ്റങ്ങളൊന്നും ഉണ്ടാകാത്തതുപോലെ. എന്നാൽ ഒന്ന് ശാന്തമായി ആലോചിച്ചു നോക്കൂ. ശാന്തമായ കടലിൽ മാത്രം കപ്പലോടിച്ചാൽ ആരും നല്ലൊരു കപ്പിത്താനോ കപ്പലോട്ടക്കാരനോ ആകില്ല. തിരമാലകളും കൊടുങ്കാറ്റുകളും നിറഞ്ഞ കടലിലൂടെ യാത്ര ചെയ്ത് കരയ്ക്കെത്തുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ കരുത്തനാകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകളും മാനസിക സംഘർഷങ്ങളും നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നാളെ വരാനിരിക്കുന്ന വലിയൊരു വിജയത്തിൻ്റെ താങ്ങാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളെ മനസ്സിനെ പാകപ്പെടുത്താനാണ്. പലപ്പോഴും നമ്മൾ കരിയറിലും ജീവിതത്തിലും വലിയ വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പോകാറുണ്ട്. എന്നാൽ അത്രയും വലിയ ഉയരത്തിൽ എത്താൻ കഴിയുമോ എന്ന പേടി നിങ്ങളെ പിന്തിരിപ്പിക്കും. എന്നാൽ ഓർക്കുക, ഹിമാലയം കയറുന്നവരും ഒരൊറ്റ ചുവടിലാണ് യാത്ര തുടങ്ങുന്നത്. നാളത്തെ വലിയ വിജയത്തെക്കുറിച്ചോ വർഷങ്ങൾക്ക് ശേഷമുള്ള ഭാവിയെക്കുറിച്ചോ ഓർത്ത് ഇന്ന് നിരാശപ്പെടേണ്ടതില്ല. പകരം ഇന്ന് ഈ നിമിഷം എൻ്റെ മുന്നിലുള്ള ജോലി എന്താണോ അത് ഞാൻ ഏറ്റവും മികച്ചതായി ചെയ്യുമെന്നൊരു ഉറച്ച തീരുമാനമെടുക്കുക. ഓരോ ദിവസവും നിങ്ങൾ വയ്ക്കുന്ന ചെറിയ ചെറിയ ശരിയായ ചൂടുകളാണ് മാസങ്ങൾ കഴിയുമ്പോൾ വലിയൊരു മുന്നേറ്റമായി മാറുന്നത്. മറ്റുള്ളവരുമായി നിങ്ങളുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുന്നത് ഇന്ന് തന്നെ അവസാനിപ്പിക്കണം. അവരുടെ വഴിയല്ല നിങ്ങളുടെ വഴി, അവരുടെ സമയമല്ല നിങ്ങളുടെ സമയം. നിങ്ങളുടെ മത്സരത്തിൽ നിങ്ങൾ മാത്രമാണ് എതിരാളി. ഇന്നലത്തെ നിങ്ങളെക്കാൾ 1% മികച്ചയാളാകാൻ ഇന്ന് ശ്രമിക്കുക. കരിയറിലെ വിജയവും സ്വയം നിങ്ങളുടെ പിന്നാലെ വരും.
അതുപോലെ തന്നെയാണ് ബന്ധങ്ങളുടെ കാര്യവും. നമ്മൾ പലപ്പോഴും ആളുകളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മളെ സങ്കടപ്പെടുത്തുന്നവരോട്, നമ്മളെ മനസ്സിലാക്കാത്തവരോട് അവരുടെ തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ആവതു ശ്രമിക്കും. എന്നാൽ അതുകൊണ്ട് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുകയല്ലാതെ വേറെയൊന്നും സംഭവിക്കില്ല. കേട്ടോളൂ, ആളുകളെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ ആളുകളോടുള്ള നിങ്ങളുടെ സമീപനം മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളെ മാനിക്കാത്തവരുടെ മുന്നിൽ നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിച്ച് വില കളയരുത്. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. സ്വന്തം കൂട്ടിൽ സമാധാനമായിരിക്കാൻ പഠിക്കുന്ന നിമിഷം മുതൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നിങ്ങളെ തളർത്താൻ കഴിയില്ല. നിങ്ങളെ അർഹിക്കുന്നവർ നിങ്ങളെ തിരഞ്ഞെടുക്കും, അല്ലാത്തവർ സ്വയം വഴിമാറിപ്പോയിക്കോളും. ജീവിതമെന്നാൽ പരാതികൾ പറയാനുള്ള ഇടമല്ല, മറിച്ച് പോരാടി ജയിക്കാനുള്ള വേദിയാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ മോശമായിരിക്കാം, കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ ചുറ്റുമുള്ള അന്തരീക്ഷം നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടാകില്ല. പക്ഷെ അതൊന്നും ഒരു ഒഴിവുകഴിവായി മാറ്റിവെക്കരുത്. ലോകത്തെ ചരിത്രം സൃഷ്ടിച്ച ഭൂരിഭാഗം മനുഷ്യരും ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചു വന്നവരാണ്. അവർക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞുകൂടാ? നിങ്ങളുടെ മനസ്സിനോട് പറയുക, എനിക്ക് മുന്നിൽ അടഞ്ഞുപോയ വാതിലുകളെക്കാൾ വലിയ വഴികൾ വരാനിരിക്കുന്നുണ്ട്. എൻ്റെ സമയം വരും. അന്നത്തെ എൻ്റെ വിജയം നിശബ്ദമായിരിക്കില്ല, അത് ലോകം മുഴുവൻ മുഴങ്ങി കേൾക്കും. ഇനി തിരിഞ്ഞു നോക്കരുത്. തടസ്സങ്ങൾ ഓരോന്നായി തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോവുക. നിങ്ങളെക്കൊണ്ട് ഇതിലും അപ്പുറം സാധിക്കും. കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാം. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണ്? പരാജയത്തെയല്ല. ഞാൻ തോറ്റുപോയാൽ ആളുകൾ എന്ത് പറയും? എൻ്റെ അധ്വാനം വെറുതെയാകുമോ എന്ന പേടി. എന്നാൽ കേട്ടോളൂ, ഈ ലോകത്ത് ഒന്നും വെറുതെയാകുന്നില്ല. നിങ്ങൾ ഒരു പരീക്ഷയിൽ തോറ്റേക്കാം, ഒരു ബിസിനസ്സിൽ തകർന്നേക്കാം, അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടേക്കാം. എന്നാൽ അവിടെ തീരുന്നതല്ല നിങ്ങളുടെ ജീവിതം. പരാജയമെന്നാൽ അന്ത്യമല്ല, അത് അനുഭവങ്ങളുടെ ഒരു വലിയ പാഠശാലയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന വിജയത്തിനാണ് ഏറ്റവും വലിയ ഭംഗിയുള്ളത്. തോറ്റുപോയ നിമിഷങ്ങളെ ഓർത്ത് കരയുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം വേറെയില്ല. ആ വീഴ്ചയിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് നോക്കുക. അടുത്ത തവണ അതിലും ശക്തമായി തിരിച്ചടിക്കുക. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലോകത്തെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ എപ്പോഴും സങ്കടവും നിരാശയും മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ചുറ്റും നെഗറ്റീവ് ഊർജ്ജം മാത്രമേ ഉണ്ടാകൂ. എന്നാൽ പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോഴും ഇതൊക്കെ എനിക്ക് നിസ്സാരമാണ്, ഞാൻ ഇതിനേക്കാൾ മറികടക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചാൽ നിങ്ങളുടെ മനസ്സ് അതിനുള്ള വഴികൾ സ്വയം കണ്ടെത്തും. നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളുടെ ഉയരം നിർണ്ണയിക്കുന്നത്. ഇനി നിങ്ങളുടെ സ്വന്തം ശക്തിയെക്കുറിച്ച് പറയാം. നിങ്ങളുടെ പരിമിതികൾ എന്താണെന്ന് ലോകം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് സൗന്ദര്യമില്ല, നിങ്ങൾക്ക് കഴിവില്ല, നിനക്ക് പണമില്ല, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, അങ്ങനെ 1000 കാര്യങ്ങൾ ആളുകൾ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുമായിരിക്കും. പക്ഷേ ഓർക്കുക, അവരാരുമല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിധി എഴുതുന്നത്. നിങ്ങളുടെ പോരായ്മകളെക്കുറിച്ച് ഓർത്ത് സ്വയം സങ്കടപ്പെടുന്നത് നിർത്തി നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണോ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു ചെറിയ കാര്യം പോലും മികച്ച രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിൽ നിങ്ങൾ മാസ്റ്റർ ആകുക. കഴിവുകളേക്കാൾ വലുതാണ് ആത്മാർത്ഥതയും അധ്വാനിക്കാനുള്ള മനസ്സും. ഈ ലോകം വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കാനും കാത്തിരിക്കാനും ആർക്കും സമയമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക. നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വപ്നങ്ങൾ ഒരു നാളും സത്യമാവില്ല. ഇന്ന് നിങ്ങളെടുക്കുന്ന ആ ചെറിയ ചുവടുകളാണ് നാളെ വലിയൊരു കൊടുങ്കാറ്റായി മാറാൻ പോകുന്നത്. മനസ്സിൽ നിന്ന് എല്ലാ ഭയങ്ങളും മാറ്റിവെക്കൂ. നെഞ്ചു വിരിച്ച് തലയുയർത്തിപ്പിടിച്ച് ലോകത്തെ അഭിമുഖീകരിക്കൂ. നിങ്ങളെ തളർത്താൻ തക്കം പാർത്തിരിക്കുന്നവർക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് ജീവിച്ച് കാണിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച ആ മികച്ച വിജയം, ആ മികച്ച ജീവിതം, ആ വലിയ വിജയം, ആ ശാന്തിയും സന്തോഷവും നിങ്ങളെ കാത്ത് തൊട്ടു മുന്നിലുണ്ട്. അതുപോയി സ്വന്തമാക്കുക. കഥയിലൂടെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഇനി പറയാം. ഒരിടത്തൊരു കാട്ടിൽ ചാത്തൻ എന്നു പേരുള്ള ഒരു കുറുക്കനുണ്ടായിരുന്നു. കാട്ടിലെ ഏറ്റവും തന്ത്രശാലിയാകണം, സിംഹത്തെപ്പോലെ ഒരു വലിയൊരു മൃഗത്തെപ്പോലെയും തൻ്റെ ബുദ്ധി കൊണ്ട് കീഴടക്കണം എന്നതായിരുന്നു അവൻ്റെ വലിയ ആഗ്രഹം. പക്ഷേ കുറുക്കനല്ലേ, കാട്ടിലെ വലിയ മൃഗങ്ങളായ ആനയും പുലിയും സിംഹവും ഒക്കെ ഇവനെ എപ്പോഴും കളിയാക്കും. ഹേ കുറുക്ക, നീ എത്ര തന്ത്രമെനഞ്ഞാലും വെറും ചതിയും കള്ളത്തരവും കൈമുതലായുള്ള ഒരു ചെറിയ ജന്തുവല്ലാതെ നിനക്ക് വലിയ ആളാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കും. സ്വന്തം കൂട്ടത്തിലെ മറ്റു കുറുക്കന്മാരും പറഞ്ഞു, നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചു പോകേണ്ടവരാണ്, വലിയ കിനാവുകളൊന്നും കാണേണ്ട എന്ന്. എന്നാൽ ചാത്തൻ തളർന്നില്ല. അവൻ കാട്ടിലെ ഏറ്റവും വലിയ മലയുടെ മുകളിലേക്ക് കയറി അവിടെ തപസ് പോലെ തൻ്റെ കഴിവിന് മൂർച്ച കൂട്ടാൻ തുടങ്ങി. അമാവാസി രാത്രികളിൽ മലമുകളിൽ കയറി നിന്ന് സിംഹത്തെക്കാൾ ഉച്ചത്തിൽ അലറാൻ അവൻ പരിശീലിച്ചു. മാസങ്ങളോളം അവൻ തൻ്റെ ശാരീരികക്ഷമതയും ബുദ്ധിയും കൂട്ടി. ഒടുവിൽ ഒരു പെരുമഴക്കാലത്ത് കാട്ടിൽ വലിയൊരു അപകടമുണ്ടായി. വൻ വെള്ളപ്പൊക്കത്തിൽ കാട്ടിലെ വലിയ രാജാവായ സിംഹവും ആനയുമെല്ലാം ഒരു വലിയ ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയി. പുറത്തു കടക്കാൻ വഴിയില്ലാതെ അലറി വിളിച്ച് അവർ തളർന്നു. അപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു. ചാത്തൻ കുറുക്കൻ തൻ്റെ കൃത്യമായ പ്ലാനിങ്ങോടെ കുറ്റിക്കാടുകളും പാറകളും തന്ത്രപരമായി മാറ്റി ഒട്ടും പേടിയില്ലാതെ ആ ഗുഹയുടെ വഴി തുറന്നു കൊടുത്തു. മാത്രമല്ല, താൻ പരിശീലിച്ച ആ ശക്തമായ ശബ്ദത്തിൽ ഉറക്കെ അലറി
കാട്ടിലെ മുഴുവൻ മൃഗങ്ങളെയും സുരക്ഷിതമായ മലമുകളിലേക്ക് നയിച്ചു. അന്ന് ആ കാട് മുഴുവൻ ആശ്ചര്യപ്പെട്ടു. സിംഹം തോളിൽ കൈവച്ച് അവനോട് പറഞ്ഞു, കായബലമല്ല, നിന്റെ ഉള്ളിലെ ആത്മവിശ്വാസവും സമർപ്പണവുമാണ് നിന്നെ ഞങ്ങളെക്കാൾ വലിയ ശക്തനാക്കിയത്. ഇന്നുവരെ പരിഹസിച്ചവർ അന്ന് അവനു മുന്നിൽ തലകുനിച്ചു. ഈ കുറുക്കൻ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാണ്: മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളുടെ വില കുറയ്ക്കരുത്. ചാത്തൻ കുറുക്കൻ മറ്റുള്ളവർ പറഞ്ഞ നീ നിസ്സാരനാണ് എന്ന വാക്ക് വിശ്വസിച്ചിരുന്നെങ്കിൽ അവൻ സാധാരണ ഒരു കുറുക്കനായി ഒടുങ്ങിയേനെ. നിങ്ങളുടെ കരിയറും ജീവിതത്തിലും ആളുകൾ നിന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് തളർത്താൻ നോക്കും. പക്ഷേ നിങ്ങളുടെ വില തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, ലോകമല്ല. 2. നിശബ്ദമായി അധ്വാനിക്കുക, ശബ്ദത്തോടെ തിരിച്ചടിക്കുക. അവൻ മലമുകളിൽ ഒറ്റയ്ക്കിരുന്ന് പരിശീലിച്ചത് ആരും കണ്ടില്ല. പക്ഷെ ഫലം വന്നപ്പോഴാണ് കാട് മുഴുവൻ അത് കേട്ടു. കരിയറിൽ തിരിച്ചടികൾ നേരിടുമ്പോൾ ബഹളം വെക്കാതെ നിശബ്ദമായി നിങ്ങളുടെ കഴിവുകൾ മൂർച്ച കൂട്ടുക. നിങ്ങളുടെ വിജയം നാളെ അവർക്ക് മറുപടിയാകും. 3. അവസരങ്ങൾ നിങ്ങളെ തേടി വരും. ബന്ധങ്ങളിലായാലും ജീവിതത്തിലായാലും ഇന്ന് നിങ്ങൾ അവഗണിക്കപ്പെടുന്നുണ്ടാകാം. എന്നാൽ സ്വന്തം കഴിവ് വളർത്തിയെടുക്കുന്ന ഒരാളെ ലോകത്തിന് അധികകാലം തള്ളിപ്പറയാൻ കഴിയില്ല. നിങ്ങളുടെ തരംഗം വരുന്ന ഒരു സമയമുണ്ട്. അന്ന് നിങ്ങളെ പരിഹസിച്ചവർ നിങ്ങളുടെ സഹായം തേടിയെത്തും. അതുകൊണ്ട് ചാത്തൻ കുറുക്കനെപ്പോലെ തന്ത്രശാലിയും ആത്മവിശ്വാസമുള്ളവനുമായിരിക്കുക. തളരാൻ മനസ്സില്ലെങ്കിൽ ഈ ലോകം നിങ്ങളെ കാൽക്കൽ തന്നെ വരും, ഉറപ്പാണ്.